കേരളത്തിലെ ലഹരിവിരുദ്ധ നടപടിയായ ഓപ്പറേഷൻ തൂഫാനുമായി സഹകരിക്കുന്ന അയൽ സംസ്ഥാനം തമിഴ്നാട്. ഓപ്പറേഷൻ തൂഫാന്റെ ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ. ഇന്ത്യയിലെ ആദ്യ മലിനീകരണ രഹിത ഹൈഡ്രജൻ ട്രെയിൻ പ്രവർത്തനം ആരംഭിക്കുന്നത് ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 17 ഫ്ലാഗ് ഓഫ് ചെയ്യും. മൂന്നാമത് ഇന്ത്യ EU വ്യാപാര സാങ്കേതിക കൗൺസിൽ മീറ്റിംഗ് നടക്കുന്നത് ബ്രസൽസിൽ വെച്ചിട്ടാണ്. പ്രധാന വിഷയങ്ങൾ AI, സെമികണ്ടക്ടർ, ക്ലീൻ ടെക്നോളജി, ക്വാണ്ടം ടെക്നോളജി, 60 കോർപ്പറേഷൻ. ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്നത് കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ, കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ, ഇലക്ട്രോണിക്സ് വിവര സാങ്കേതിക വകുപ്പ് സഹമന്ത്രി ജിതിൻ പ്രസാദ്. VS അച്യുതാനന്ദന് സ്മാരകം നിലവിൽ വരുന്നത് ആലപ്പുഴയിലെ വലിയ ചുടകാട്. കേരളത്തിലെ ഏറ്റവും വലിയ ഗ്രീൻ ഡാറ്റ സെൻറ്റർ സ്ഥാപിതമാകുന്നത് കൊച്ചിയിലാണ്. സ്ത്രീ സുരക്ഷയ്ക്കായി ദുർഗ സ്ക്വാഡ് ആരംഭിച്ച സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. 2026 സുസ്ഥിര വികസന സൂചികയിൽ ഒന്നാമതുള്ള രാജ്യം ഫിൻലൻഡ്. ഇന്ത്യയിൽ സെമി കണ്ടക്ടർ ഡിസൈനിങ്ങിലും നിർമ്മാണത്തിനുമുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി 1.27 ലക്ഷം കോടിയുടെ കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് സെമിക്കോൺ 2.0. ജൂലൈ 15 MT വാസുദേവൻ നായർ ജന്മദിനം.